സ്റ്റഡി പെർമിറ്റ് വെട്ടിച്ചുരുക്കാൻ തീരുമാനവുമായി കാനഡ. ഇന്ത്യക്കാർക്കുൾപ്പെടെ തിരിച്ചടി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്റ്റഡി പെർമിറ്റിന്റെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ച് കാനഡ. ഈ വർഷം വിദേശ വിദ്യാർത്ഥികൾക്കുള്ള പെർമിറ്റ് 35% വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചു. രാജ്യത്തെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കാനഡയുടെ പുതിയ നീക്കം. വിദേശ വിദ്യാർത്ഥികളുടെ സ്റ്റഡി പെർമിറ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വരും മാസങ്ങളിൽ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് സർക്കാരിന്റെ അറിയിപ്പ്. അടുത്ത വർഷം വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 10% വീണ്ടും കുറയ്ക്കുമെന്നും ജസ്റ്റിൻ ട്രൂഡോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു. കാനഡയിലെ വിദേശ തൊഴിലാളികൾക്കുള്ള നിയമങ്ങളിലും ഭേദഗതി വരുത്തുമെന്നാണ് വിവരം. പുതിയ നിബന്ധനകൾ ഇന്ത്യയിൽ നിന്നടക്കം കാനഡയിലേക്ക് കുടിയേറിയവരെ സാരമായി ബാധിക്കും. രാജ്യത്തെ സാമ്പത്തിക രംഗത്തിന് കുടിയേറ്റം ഏറെ സഹായകരമാണ്. എന്നാൽ അവസരം മുതലെടുക്കുന്നവരുടെ എണ്ണം കുറവല്ലാത്തതിനാൽ ഇത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നതെന്നും നടപടികളിലേക്ക് കടക്കാൻ ഇതാണ് കാരണമെന്നും ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കി. ഇമിഗ്രേഷൻ വകുപ്പിന്റെ കണക്കുപ്രകാരം 2023 5,09,390 പേർക്കാണ് കാനഡ വിദ്യാഭ്യാസ പെർമിറ്റ് നൽകിയത്. 2024 ആദ്യ 7 ആഴ്ചകളിൽ മാത്രം 1,75,920 പേർക്കും സ്റ്റഡി പെർമിറ്റ് നൽകിയിട്ടുണ്ട്. 2025 വിദ്യാഭ്യാസ പെർമിറ്റിന്റെ എണ്ണം 4,37,000 കുറയ്ക്കുകയാണ് നിലവിലെ ലക്ഷ്യം.